ലയണൽ മെസ്സി, ദ ഗോട്ട് ഓഫ് ഫുട്ബോൾ. അതെ, ഇത് ഒരു രാജാവിൻ്റെ കഥ തന്നെയാണ്. തോൽക്കാനില്ല എന്ന തൻ്റെ മനോധൈര്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും കാൽപന്തു കളിയുടെ രാജാവായി തീർന്ന ആ മനുഷ്യൻ്റെ കഥ. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും വേൾഡ് കപ്പൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചല്ല, കാൽപന്തു കളിയുടെ ഇതിഹാസ താരം, കാൽപന്തു കളിയുടെ രാജാവ്, സാക്ഷാൽ ലയണൽ മെസ്സിയെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ്. കാൽപന്തു കളിയോട് അത്രയധികം താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ പ്ലേയുടെ രീതികളോട് തീർച്ചയായും എനിക്ക് വളരെയധികം മതിപ്പും ആരാധനയുമുണ്ട്. അതിലും ഉപരിയായിട്ട് ആ മനുഷ്യൻ്റെ ജീവിതം, ആ ഇതിഹാസമായ ജീവിതം എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ സ്പർശിച്ചിട്ടുമുണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിൽ നിന്ന് ഇന്ന് ഗോട്ട് ഓഫ് ഫുട്ബോൾ എന്ന് നാം എല്ലാവരും ഒരേ സ്വരത്തിൽ ആ മനുഷ്യനെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ, വാഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ, എത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ, എത്രമാത്രം കുറ്റപ്പെടുത്തലുകളിലൂടെ, എത്രമാത്രം വേദനകളിലൂടെ ആ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ടാകും. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും തോറ്റു കൊടുക്കില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ച ഇടങ്ങളിലാണ് മറ്റുള്ളവരെക്കാൾ ലയണൽ മെസ്സി വ്യത്യസ്തനായിരിക്കുന്നത്. റെസിലിയൻസ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഇവയുടെയെല്ലാം ഒരു പര്യായം തന്നെയാണ് അദ്ദേഹം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലേ, അദ്ദേഹത്തിൻ്റെ പല മത്സരങ്ങളിലും, അന്താരാഷ്ട്ര മത്സരങ്ങളിലുമൊക്കെ കിട്ടേണ്ട അംഗീകാരവും താൻ ആഗ്രഹിച്ച ഒരു രീതിയിൽ എത്തുന്നില്ല എന്ന ചിന്തയും പലപ്പോഴും അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം പറന്നുയരുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വലിയൊരു പാഠം തന്നെയാണ്. നീ തോറ്റു പോകുന്നിടത്തല്ല നീ ശരിക്കും തോൽക്കുന്നത്, മറിച്ച് ആ തോറ്റെടുത്ത് നിന്ന് വീണ്ടും ജയിക്കുവാനായി നാം മുന്നോട്ട് വരാൻ മടി കാണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ജീവിതത്തിൽ തോറ്റുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ആവശ്യങ്ങൾക്കായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോൺ വിട്ട് മുന്നോട്ടേക്ക് വന്നത് നാം ഓരോരുത്തരും വായിച്ചു കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. ഇവിടെയൊക്കെ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യങ്ങൾ നേടാനായി സർവ്വതും ത്യജിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു. ടാലൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു മനുഷ്യനെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ടാലൻറ്റ് മാത്രമാണോ ഒരു മനുഷ്യനെ അവൻ്റെ ഗോളിലേക്ക് എത്തിക്കുന്നത്? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, തീവ്രമായ ആഗ്രഹം, എത്ര വിമർശനങ്ങൾക്കിടയിലും അതൊന്നും വകവെക്കാതെ എൻ്റെ ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മുന്നോട്ട് തന്നെ കുതിക്കുവാനുള്ള ആ മനുഷ്യൻ്റെ ആഗ്രഹമാണ് ഇന്ന് നാം ഓരോരുത്തരും വാഴ്ത്തിപ്പാടുന്ന ദ ഗോട്ട് ഓഫ് ഫുട്ബോൾ എന്ന ആ വലിയ ഒരു കിരീടത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒത്തിരി വിമർശനങ്ങളും പരാജയങ്ങളും കുത്തുവാക്കുകളും നാം കേട്ടപ്പോഴൊക്കെ തകർന്നു പോകേണ്ട ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തെ പോലെ ഉയർന്നെഴുന്നേൽക്കുവാൻ നമുക്ക് എവിടെ സാധിക്കുന്നുവോ അന്ന് നമ്മുടെയൊക്കെ ജീവിതം മാറും. ഇതുപോലെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ട് എന്നതിനേക്കാളും ഉപരിയായിട്ട് ആ കുറവുകളെയൊക്കെ എങ്ങനെ എനിക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അദ്ദേഹം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആകുന്നത് കാൽപന്ത് കളിയോടുള്ള എൻ്റെ ഭ്രമം കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ മനുഷ്യനോടുള്ള ഒരു പ്രത്യേകതരം ആരാധനയാണ്. ജീവിതത്തിൽ കുത്തുവാക്കുകളിലൂടെ, വിമർശനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല, ഇവിടെയൊന്നും കാൽ ഇടറി വീഴുകയല്ല എൻ്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കുന്ന ഇടങ്ങളിൽ മറ്റൊരു മിശിഹായായി, മറ്റൊരു മെസ്സിയായി മാറുവാൻ നാം ഓരോരുത്തരും തയ്യാറെടുക്കും. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വാചാലയായി മാറാറുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ കളികളും കാണുമ്പോൾ കൂടുതൽ കൂടുതൽ ഊർജം ലഭിക്കുന്നതായിട്ട്, കൂടുതൽ കൂടുതൽ അഭിമാനമുള്ളതായിട്ട്
കൂടുതൽ കൂടുതൽ ആ മനുഷ്യനെ പോലെ, അദ്ദേഹത്തെ പോലെ ആകാൻ തീർച്ചയായും അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നത് കൊണ്ട് 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയുകയാണ്. ഒന്ന്, ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ച അടുത്ത മനോഹരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഓരോ വിജയത്തിന് ശേഷവുമുള്ള അദ്ദേഹത്തിൻ്റെ ആ വളരെ എളിമയോടെയുള്ള ആ രീതികളാണ്. അദ്ദേഹം കാൽപന്ത് കളിയുടെ രാജാവാണെന്നോ രാജകുമാരനാണെന്നോ ദ ഗോട്ട് ഓഫ് ഫുട്ബോൾ ആണെന്നോ ഒന്നും നോക്കാതെ വളരെ എളിമയിലുള്ള ആ ഒരു ജീവിതം. എത്ര വലിയ പദവികൾ ലഭിച്ചോട്ടെ, അവാർഡുകൾ കൊണ്ട്, ആദരവ് കൊണ്ട് തന്നെ മൂടിക്കോട്ടെ, പക്ഷേ ആ മനുഷ്യൻ അതിനേക്കാൾക്ക് ഉപരിയായിട്ട് തൻ്റെ ആ ഒരു ജേണി, തൻ്റെ ഇത്ര മനോഹരമായ ആ ഒരു 39 വർഷത്തെ ആ ജീവിതം അദ്ദേഹം ആസ്വദിക്കുകയാണ്. ലയണൽ മെസ്സി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം കൂടിയുണ്ട്. ഫെയിലിയർ ഇസ് ദ പാർട്ട് ഓഫ് ദ ജേണി. തോറ്റോട്ടെ, എത്ര തോൽവികൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ തോറ്റു കൊടുക്കില്ല എന്ന് നാം തീരുമാനിക്കുന്നിടത്ത് നമ്മുടെ വിജയം ആരംഭിക്കുക തന്നെയാണ്. ഓർത്തു വയ്ക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ നല്ല പാഠങ്ങളൊക്കെ. എനിക്ക് തീർച്ചയാണ് ഇത് കാണുന്ന നിങ്ങളെല്ലാവരും ഉറപ്പായും അദ്ദേഹത്തെ മനസ്സിൽ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയായിരിക്കും. കേവലം ഒരു ഫുട്ബോൾ മാച്ച് കണ്ട് ചാനൽ മാറ്റുന്നതിനേക്കാൾ ആ മനുഷ്യനിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒരിക്കൽ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കേവർക്കും മാതൃകയായി തീരട്ടെ. മറ്റൊരു എപ്പിസോഡുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.